പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചാപ്റ്റർ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ചാപ്റ്റർ 1 അപ്ലോഡ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വളരെ പ്രയോജനപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് എ ഈസ് ഈക്വൽ ടു √2 + 1 / √2 - 1 ആൻഡ് ബി ഈസ് ഈക്വൽ ടു √2 - 1 / √2 + 1, then find the value of a² + b² - 4ab. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള എയും ബിയെയും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടേമുകളിൽ ഡിനോമിനേറ്ററിൽ റൂട്ട് ഉണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യണം? റാഷണലൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളിതിനെ റാഷണലൈസ് ചെയ്യുന്നു. അപ്പോൾ എ നമുക്ക് റാഷണലൈസ് ചെയ്ത് എഴുതാം. എ ഈസ് ഈക്വൽ ടു √2 + 1 / √2 - 1. ഇതാണ് എ. ഇതിനെ റാഷണലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിലെ സൈൻ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈൻ വെച്ച് നമ്മൾ ഇതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ √2 - 1 ആണ്. അപ്പോൾ ഇതെന്താവും? √2 + 1. അപ്പോൾ √2 + 1 വെച്ചിട്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ന്യൂമറേറ്റർ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും? √2 + 1 × √2 + 1 ഈസ് √2 + 1 the whole square divided by, ഇതെന്താണ്? ഇതേത് ഫോമിലാണ്? a - b × a + b. a - b × a + b ഈസ് a² - b². ഇവിടെ എന്താണ്? √2. അപ്പോൾ √2² - b എന്താണ്? 1. അപ്പോൾ 1² ഇസ് ഈക്വൽ ടു, ഇനി ഇതിൻ്റെ ന്യൂമറേറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? a + b the whole square. എന്താണ് a + b the whole square? a² + 2ab + b². അപ്പോൾ a² ദാറ്റ് ഈസ് √2². √2ൻ്റെ സ്ക്വയർ എന്താണ്? 2 + 2ab. അപ്പോൾ എന്ത് വരും? 2 × √2 × 1 ദാറ്റ് ഈസ് 2√2 + b². b ഈസ് 1. 1ൻ്റെ സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ √2ൻ്റെ സ്ക്വയർ 2. 2 - 1 ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു? 3 + 2√2 എന്ന് കിട്ടി. അപ്പോൾ എ നമുക്ക് റാഷണലൈസ് ചെയ്തപ്പോൾ 3 + 2√2 എന്ന് കിട്ടി. ഇനി നമ്മൾ ബിയെ നമ്മൾ റാഷണലൈസ് ചെയ്യുന്നു. ബി ഈസ് ഈക്വൽ ടു √2 - 1 / √2 + 1. ഇതിനെ റാഷണലൈസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ചെയ്യും? √2 - 1 കൊണ്ട് ചെയ്യും. അപ്പോൾ √2 - 1 / √2 - 1 ഈസ് ഈക്വൽ ടു, ഇനി ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? √2 - 1 the whole square divided by denominator a + b × a - b that is a² - b². അപ്പോൾ √2² - 1² is equal to, ഇതേത് ഫോമിലായി? a - b the whole square that is a² - 2ab + b². അപ്പോൾ √2ൻ്റെ സ്ക്വയർ 2 - 2ab. അപ്പോൾ 2√2 + 1 / √2ൻ്റെ സ്ക്വയർ 2. 2 - 1 ഈസ് ഈക്വൽ ടു 2ഉം 1ഉം കൂടെ 3 ആവും. 3 - 2√2 / 1 വരും. അത് നമ്മൾ എഴുതുന്നില്ല. അപ്പോൾ ബി നമുക്ക് റാഷണലൈസ് ചെയ്തപ്പോൾ 3 - 2√2 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? a² + b² - 4ab. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ a² + b² - 2ab എന്നുള്ളത് ഇത് ഏത് ഫോമിൽ? ഇതൊന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് വേറൊരു മെത്തേഡിൽ ചെയ്യാം. അതായത് a² + b² + 2ab ആണെങ്കിൽ ഇതെന്തായിട്ട് മാറും? a + b the whole square ആയിട്ട് മാറും. a + b the whole square ആണെന്ത്? ഈ a² + 2ab + b² എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിവിടെ എന്താണ്? -4ab ആണല്ലേ? അപ്പോൾ ഈ -4abക്ക് പകരം നമുക്കിവിടെ 2ab - 6ab എന്ന് എഴുതുന്നു. 2ab - 6ab എന്താണ്? -4ab. അപ്പോൾ ഈ 2ab ഇവിടെ വന്നിട്ട് ഇതിനെ നമുക്ക് a + b the whole square എന്ന് എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ഇതിനെ ഞാൻ ഇങ്ങോട്ട് എഴുതി കാണിക്കാം. a² + b² -4abക്ക് പകരം നമ്മൾ +2ab - 6ab എന്ന് എഴുതുന്നു.
ഇത് ഇത്രയും കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറും? എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. എന്നിട്ട് നമുക്കിതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 3 + 2√2 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയർ എഴുതുക, ഇതിൻ്റെ സ്ക്വയർ എഴുതുക, പിന്നെ 4 × AB, എയും ബിയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്താലും കിട്ടുന്ന ആൻസർ ശരിയായിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ചെയ്യാൻ എളുപ്പമുള്ളവർ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇനി ഇതിന് പകരം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 6ab ഇങ്ങനെ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഇതിൽ ഡയറക്റ്റ് ചെയ്ത് കാണിക്കാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും മിക്ക സ്റ്റുഡൻസിനും കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പം. ചെയ്യാൻ ഒരിച്ചിരി ടഫായിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ എളുപ്പമുള്ളവർ ഇനി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 4ab ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. എ എന്താണ്? 3 + 2√2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 3 - 2√2 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 × a. a is 3 + 2√2, b is 3 - 2√2. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതേത് ഫോമിലാണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആ ഐഡൻറ്റിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 3യുടെ സ്ക്വയർ 9 + 2ab. അപ്പോൾ എന്ത് വരും? 3 × 2 6, 6 2s are 12. 12√2 പ്ലസ് 2√2 സ്ക്വയർ. 2√2ൻ്റെ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയറും എടുക്കണം, √2ൻ്റെ സ്ക്വയറും എടുക്കണം. 2ൻ്റെ സ്ക്വയർ 4, √2ൻ്റെ സ്ക്വയർ 2. അപ്പോൾ 4 2s are 8 പ്ലസ് ഇതെന്താവും? 9, 3 2s are 6, 6 2s are 12 മൈനസ് 12√2 പ്ലസ് 2√2ൻ്റെ സ്ക്വയർ 8 മൈനസ് 4 × ഇതേത് ഫോമിലാണ്? എ പ്ലസ് ബി × എ മൈനസ് ബി, ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 3 സ്ക്വയർ ദാറ്റ് ഈസ് 9 × ബി സ്ക്വയർ. അതെന്ത് വരും? 2√2ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 8 ഇസ് ഈക്വൽ ടു ഇനി ഇവിടെ നോക്കിയാൽ 12√2ഉം 12√2ഉം നമുക്ക് കട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ്? 1 പ്ലസും 1 മൈനസുമാണ്. 9 + 9 18, 18 + 8 26, 26 + 8 34 മൈനസ് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 8 9s are 72, 72 × 4 288. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പം 9 - 8 ആണ് വരുന്നത് കേട്ടോ. 9 - 8 ആണ്. 9 - 8 ഈസ് 1. അപ്പോൾ 4 × 9 - 8 ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ എ പ്ലസ് ബി × എ മൈനസ് ബി ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ ഈസ് 9, ബി സ്ക്വയർ ഈസ് 8. 9 - 8, 9 - 8 ഈസ് 1. അപ്പോൾ 4 × 1 ഈസ് 4. അപ്പോൾ 34 - 4 ദാറ്റ് ഈസ് 30. സോ ആൻസർ ഈസ് 30. കണ്ടല്ലോ, വളരെ സിമ്പിളാണ് ചെയ്യാൻ. അപ്പം നിങ്ങൾ തെറ്റിപ്പോകാതെ ചെയ്യുക. ഇവിടെ കണ്ടോ, എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നപ്പോഴത്തേന് ഇവിടെ നമ്മളെടുത്ത ആൻസർ തെറ്റി കണ്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. എ പ്ലസ് ബി × എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഞാൻ മൈനസിന് പകരം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഇട്ടു. അപ്പോൾ തന്നെ നമ്മുടെ ആൻസർ ഇവിടെ തെറ്റി കണ്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് 30 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.